പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതേ ഈ 5 സംസ്ഥാനങ്ങളിലാണല്ലോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതിൽ 3 കഴിഞ്ഞു. ഇനി 2 തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ബംഗാളിലും തമിഴ്നാട്ടിലും. നമ്മൾ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ്. ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 4 ദിവസം മാത്രമേയുള്ളൂ. ചൂടേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് സംസ്ഥാനത്ത്. BJPക്കെതിരെ വിമർശനം ഉന്നയിച്ച് മമതാ ബാനർജി പ്രചാരണം കൊഴുപ്പിക്കുന്നു. അതേസമയം വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടത് ആയുധമാക്കുകയാണ് BJP. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുർഷിദാബാദ് ജില്ലയിലടക്കം 2407 കമ്പനി കേന്ദ്രസേനകളെ നിയോഗിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാറിൽ നിന്ന് വൻതോതിൽ ആയുധക്കടത്ത് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ശരത്ലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പം ബംഗാളിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇനി 3-4 ദിവസമേ ഉള്ളൂ ആദ്യ ഘട്ടത്തിന്. ഈ പറഞ്ഞ പോലെ തന്നെ നിരോധിത വസ്തുക്കളും ആയുധ ശേഖരങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും പിടികൂടി. 200-ലേറെ അതീവ പ്രശ്നബാധിത ബൂത്തുകളുണ്ടെന്ന് കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്. അപ്പം നിലവിലെ ബംഗാളിലൊരു സാഹചര്യം എന്താണ്? ഈ വനിതാ സംവരണ ബില്ലൊക്കെ പരാജയപ്പെട്ടതിന് പിന്നാലെ പലയിടത്തും ഈ MP-മാരുടെയൊക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ BJP നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഇന്നലെയും കണ്ടതാണ്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ബംഗാളിൽ കടുത്ത ചൂടാണ്. തെരഞ്ഞെടുപ്പും കാലാവസ്ഥയും ഒക്കെ തന്നെ കടുത്ത ചൂടിലാണ്. നമ്മുടെ കേരളത്തെക്കാട്ടും കൂടുതൽ ചൂടാണ് ഈ 152 നിയമസഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിലുള്ളത്. ഈ 152 നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ നിർണായകമാണ് തൃണമൂൽ കോൺഗ്രസിന്. ഒപ്പം ഉദാഹരണം മുർഷിദാബാദ് ജില്ലയിൽ ഏറ്റവും പ്രശ്നബാധിത ബൂത്തുകളുള്ള സ്ഥലമാണ് മുർഷിദാബാദ് ജില്ല. അതിൽ 22 അസംബ്ലി സീറ്റുകളാണുള്ളത്. ഇതിൽ 20 നേരത്തെ കഴിഞ്ഞ നിയമസഭയിൽ തൃണമൂൽ MLA-മാരുള്ള സ്ഥലമാണ്. ഇതുപോലെ ഡാർജിലിംഗ് ഉണ്ട്, കൊച്ചു ബീഹാറുണ്ട്. ഈ മേഖലകളിലൊക്കെയാണ് ഇപ്പോൾ മാൽഡ, ഈ മേഖലകളിലൊക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ കനത്ത കേന്ദ്ര സേനാ വിന്യാസം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ചെക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ബീഹാറിൽ നിന്നുള്ള ആയുധങ്ങളും അതേപോലെ തന്നെ ബൂത്ത് പിടിച്ചെടുക്കാനുള്ള കാര്യങ്ങളിലൊക്കെ ബീഹാറിൽ നിന്നുള്ള വരുന്ന ആയുധങ്ങൾ അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പിടിച്ചെടുത്തിരുന്നു. ഏതായാലും ബീഹാറിൽ നിന്നുള്ള ആയുധക്കടത്ത് തടയാനുള്ള ബീഹാർ അതിർത്തിയിൽ കർക്കശമായ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ബംഗ്ലാദേശ് അതുമായി അതിർത്തി പങ്കിടുന്ന ജില്ല കൂടിയാണ് മുർഷിദാബാദ്. അവിടെ കടുത്ത സുരക്ഷാ ഏർപ്പാടുകൾ ഉണ്ട്. ഏതായാലും കേന്ദ്ര സേനയെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും സംഘർഷബാധിത ബൂത്തുകൾ ഏറ്റവും കൂടുതൽ ബംഗാളിൽ സംഘർഷബാധിത ബൂത്തുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് മുർഷിദാബാദ്. ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ പ്രാവശ്യവും ബംഗാളിലെ വളരെ ശക്തമായ ഏറ്റുമുട്ടലാണ് BJPയും അതേപോലെ തൃണമൂലും തമ്മിൽ നടക്കുന്നത്. തനി വർഗീയപരമായിട്ടും ഏത് രീതിയിലുള്ള ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും വലിയ വാർത്തയായി വലിയ വിവാദമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ബംഗാളിലൂടെ തെരഞ്ഞെടുപ്പ് സമയമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വനിതാ സംവരണ ബില്ലും ഇന്നലെ പ്രതിപക്ഷം പരാജയപ്പെടുത്തിയ വനിതാ സംവരണ ബിൽ വല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി BJP ഇന്നലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ ഉയർത്തിയിരുന്നു. എല്ലാ ഗ്രാമങ്ങളിലും BJP ഇത് സംബന്ധിച്ച് സ്ത്രീകളുടെ പ്രകടനം അല്ലെങ്കിൽ വനിതകളുടെ പ്രകടനവും അല്ലെങ്കിൽ പ്രതിഷേധവും ഈ ബംഗാളിൽ ഈ 152 നിയമസഭാ മണ്ഡലങ്ങളും BJP നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ പ്രധാനമായ മത്സരം നടക്കുന്നത് BJP തൃണമൂലാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് 0 നിലവിലുള്ള നിയമസഭയിൽ. അധീർ രഞ്ജൻ ചൗധരി എന്ന കോൺഗ്രസ് നേതാവിലൂടെ കഴിഞ്ഞ 30 വർഷമായി ലോക്സഭയിൽ മാത്രം മത്സരിച്ചിരുന്ന അദ്ദേഹത്തിലൂടെ കോൺഗ്രസ് ഒരു സീറ്റെങ്കിലും 0-ൽ നിന്ന് 1 വേണ്ടി ഉള്ള ഒരു ശ്രമവും ഈ ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന ഈ അസംബ്ലി മണ്ഡലങ്ങൾ നടക്കുന്നത്. കോൺഗ്രസിന് ഒരു സീറ്റിൽ വിജയപ്രതീക്ഷയുണ്ട് ഈ 152 മണ്ഡലങ്ങളിൽ. ഏതായാലും കടുത്ത രീതിയിലുള്ള മത്സരം എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു കാര്യം പിടിച്ചു നിൽക്കാൻ മമതാ ബാനർജിയെ തൂത്തറിയാൻ BJPയും എന്നൊരു മുദ്രാവാക്യമാണ് ഇവിടെ പൂർണ്ണരൂപത്തിൽ ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് ഇരു പാർട്ടികളും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഗ്രാമങ്ങളിലാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും എന്നതാണ് ശ്രീലക്ഷ്മി. ബംഗാളിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് മുർഷിദാബാദ് ജില്ലയിൽ നിന്ന് ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഏതായാലും കർക്കശമായ സുരക്ഷയുണ്ട്. കടുത്ത സംഘർഷത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇരു പാർട്ടികളും അണികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ആസാമിലെയോ കേരളത്തിലെ പോലെ ആയിരിക്കില്ല എന്നതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അത്ര സംഘർഷഭരിതമാണ് കാര്യങ്ങൾ ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്.